നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോ എല്ലാവരും മനസ്സിൽ ഇതൊന്നും ഉണ്ടാവില്ലേ? മറ്റേ പോള് വന്നല്ലോ, ഈ പോള് വന്നല്ലോ, ആ കണക്ക് ഇങ്ങനെയാണല്ലോ, ഈ കണക്ക് കൂട്ടുമ്പോ എങ്ങനെയാണെന്ന് മനസ്സിൽ വെച്ചിട്ടാണ് ആളുകൾ പലരിക്കുന്നത്. ഇനി ഏതെങ്കിലും വരാനുണ്ടോ? വരാനുള്ളത് ഒരു 4-ാം തീയതി വരും. അതാണ് ഒറിജിനലായിട്ട് വരുന്നത്. കഴിഞ്ഞാണ് എല്ലാവരും പരമാവധി വലിച്ചു നീട്ടിട്ട് നമുക്ക് 80 കിട്ടിയത്. ചിലര് നേരത്തെ തന്നെ കുറെ ഞങ്ങളെല്ലാം തോപ്പിച്ചതാണ്, എല്ലാ ഈ മനോരമയൊക്കെ കഴിഞ്ഞ ഓണം. പക്ഷെ വലിച്ചു നീട്ടിയിട്ട് 80 കഴിഞ്ഞ 21 കിട്ടിയത്. എക്സിറ്റ് പോൾ നമുക്ക് കിട്ടിയെന്നാ നിങ്ങൾക്ക് അറിയാലോ, 99. ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് വിവരം ശേഖരിച്ചു എന്ന് അവകാശപ്പെടുന്നത് മനോരമയാണ്. 200 പേരുന്നാണ് ഒരു മണ്ഡലത്തിൽ. 28,000 പേരിൽ നിന്ന് 28,000 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. 140 മണ്ഡലങ്ങളിൽ നിന്ന് 28,000 പോയ 140 200 എന്ന് പറഞ്ഞ് 28,000. 200 പേരുന്നാണ്. ഫോൺ വിളിച്ചിട്ട് ഫോണിൽ കുത്തുമ്പോഴാണത്. കുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ആകെ 100 അപ്പുറത്ത് വനവാസത്തിലൊക്കെ പറഞ്ഞിട്ട് എത്ര നോക്കിയിട്ടും ഭരണവിരുദ്ധ വികാരം. എന്നിട്ടൊന്നും ചിലരിപ്പോ ഒരു സർവേയുടെ റിപ്പോർട്ട് ഞാൻ കാണിക്കണ്ടേ, ചിലത് പുറത്തുള്ളവരാണ്. അവർ റിപ്പോർട്ട് അയച്ച് ഞാൻ വായിച്ചു പോയി. ഭരണവിരുദ്ധ വികാരമില്ല. പിന്നെന്താ, മുഖ്യമന്ത്രി പൊതുയോഗത്തിൽ പറഞ്ഞപ്പോ അതിനെതിരെ ചില വികാരം ഉണ്ടാവും ചിലത് പറഞ്ഞു. നോക്കിയപ്പോഴോ ഏറ്റവും മികച്ച ആള് മുഖ്യമന്ത്രിയാകാൻ ഈ എല്ലാ സർവേയിലും പുറത്തു മുതൽ ഒരേ ഒരാളുള്ളൂ, അത് പിണറായി വിജയനാണ്. എല്ലാ സർവേയിലും ഇപ്പൊ ഭരണവിരുദ്ധ വികാരമില്ല, മുഖ്യമന്ത്രി വിരുദ്ധ വികാരമില്ല. പക്ഷെ കണക്ക് കൂട്ടുമ്പോ അങ്ങനെ നിൽക്കുന്നുണ്ട്. എത്ര കൂട്ടി കുറയ്ക്കാൻ നോക്കിയിട്ടും 69 വരെ എത്തിയിട്ടുണ്ട്. 100 മുകളിലേക്ക് വലിച്ചു നീട്ടാൻ പരമാവധി ശ്രമിച്ചിട്ട് 95-ലാണ് UDFന്റെ പത്രം നിൽക്കുന്നത്. എന്തായാലും ഈ എക്സിറ്റ് പോളുകളിലെല്ലാം നമ്മൾ നോക്കേണ്ടത്, ഒപ്പീനിയൻ പോൾ വരുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് നോക്കണം. ചിലപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ചിലപ്പോ ശരിയായില്ല, ശാസ്ത്രീയമല്ലെങ്കിൽ ഒപ്പീനിയൻ പോൾ വരുമ്പോ സ്വാധീനിക്കാൻ ശ്രമമുണ്ടോ വോട്ടർമാരെ, എന്നാൽ അതിനകത്ത് നമുക്ക് ഇടപെടേണ്ടതുണ്ടോ, കാര്യങ്ങളുണ്ടോ നോക്കാം. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള 10 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് ജനങ്ങളെ സമീപിച്ചത്. എതിരായിട്ട് പറയാൻ ഒരു കാര്യവും വസ്തുതാപരമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകും. എന്തായാലും ജനങ്ങൾ വോട്ടൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞല്ലോ. 48-ലെ കാര്യം എക്സിറ്റ് പോൾ എന്നൊന്നും ആവശ്യമില്ലായിരുന്നു. കാരണം വഴി വേറെ തീരുമാനിച്ചു. ബൂത്ത് കമ്മിറ്റിയും തെരഞ്ഞെടുപ്പും പോള് സ്കോഡും ഒന്നും ഇല്ലാത്ത വഴിയാണ് 48-ൽ കൽക്കട്ട തീരുമാനിച്ചത്. രണദേവി തീസീസ് അതിന് തെരഞ്ഞെടുപ്പ് ഭാഗമില്ല. അത് കഴിഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് ഇവിടെ ഈ സംഭവങ്ങൾ ഉണ്ടായത്. ധീരമായ രക്തസാക്ഷിത്വത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ നമുക്ക് എത്രമാത്രം സാധ്യമാക്കാൻ കഴിഞ്ഞു, ഇപ്പോ എങ്ങോട്ട് പോകുന്നു. ജാതി ജന്മി നാടുവാഴിത്തത്തിനെതിരെ, ഭക്ഷ്യക്ഷാമത്തിനെതിരായി മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്താൻ അതിനുവേണ്ടിയാണ് ഒന്നിയത്ത് ധീരരായ രക്തസാക്ഷികളുണ്ടായി. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന നമ്മുടെ നാട് നമ്മൾ നവകേരളം എന്ന് പറയുന്നു. അന്നത്തെ കാഴ്ചപ്പാടിലും ഒരു നവകേരളമാണ്. നമ്മൾ ഇപ്പം പറയുന്ന നവകേരളം ഇന്നത്തതിൽ നിന്ന് നവമായൊരു കേരളം. അന്നത്തെ കാഴ്ചപ്പാടിൽ അന്നത്തേതിൽ നിന്ന് നവമായൊരു കേരളം. അത് തന്നെയാണ് അവര് സ്വപ്നം കണ്ടത്. ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള സമരങ്ങൾ, പോരാട്ടങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ, അതിന്റെയൊക്കെ തുടർച്ചയിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ധാരാളത്തിലുള്ള മേലോട്ടമുണ്ടായിരുന്നു. പണിയെടുക്കുന്നവന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ പോരാട്ടങ്ങൾ, ജനങ്ങൾക്കിടയിൽ തുടർച്ചയായി നടത്തിയ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾ, ഇതിന്റെ എല്ലാം ഭാഗമായി കേരളീയ സമൂഹത്തിൽ ഏറ്റവും വേരോട്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറി. അതിന്റെ തുടർച്ചയിലാണ് 1957 ഏപ്രിൽ 5-ന് കേരളം പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു. തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പുകൾക്കകത്ത് പങ്കെടുക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ കഴിയുന്ന ഒരു അവസരം നന്നായി ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുമ്പോ
ഒരു മുതലാളിത്ത വികസന പാത സ്വീകരിച്ച് രാജ്യത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ അത് ഏറ്റെടുക്കാമോ പ്രവർത്തിക്കാമോ എന്നതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന രേഖകളും ഉണ്ടായിരുന്നില്ല. ഒരു രേഖ ഉണ്ടായിരുന്നില്ല. രണ്ടാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ചർച്ച ചെയ്ത ഒരു പ്രമേയങ്ങളിലൊന്ന് പാർലമെന്ററി സംവിധാനങ്ങളെ കുറിച്ചാണ്. 1920 ആ പാർലമെന്റ് സംവിധാനങ്ങൾക്കകത്ത് പരീക്ഷകളിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആശ്വാസം നൽകാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ രൂപീകരിച്ച് ഏറ്റെടുക്കണമെന്ന് അന്ന് ഇന്റർനാഷണൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇന്റർനാഷണൽ രേഖകളൊന്നും നമ്മുടെ മുൻപിൽ അത്ര ലഭ്യമായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് കുറെ കാലമായിട്ടുള്ളൂ എല്ലാ രേഖകളും ലഭ്യമായിട്ടുള്ളത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുൻപിൽ ആധികാരികമായ രേഖകളില്ല. നിങ്ങൾ ഭരണം ഏറ്റെടുക്കൂ. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക. അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം, പാർലമെന്ററി സംവിധാനത്തിൽ ഇടപെടുന്നതിനെ കുറിച്ചുള്ള ഒത്തിരിയേറെ ആധികാരിക രേഖകളുണ്ട്. ഭരണത്തിലേക്ക് വന്നു. ഇനി ചിലത് പറയില്ല അന്ന് എങ്ങനെ ഭരിച്ചു. 57 ഇവിടെ ഇപ്പൊ കൂട്ടിയെങ്കിലും മാവൂർ ഗോളിയർ യൂണിറ്റ്സ് വന്നത്. അന്നത്തെ മുദ്രാവാക്യം ടാറ്റ ബിർള ഗോയങ്ക തൊലയട്ടെ എന്നാണ്. അങ്ങനെ പറയുമ്പോഴാണ് ഇവിടെ ബിർളയെ വിളിച്ച് നമ്മൾ ഈ ഗോളിയർ റയോൺസ് ആരംഭിക്കാനുള്ള ചർച്ച നടത്തി തീരുമാനമെടുത്തത്. കാരണം മുതലാളിത്ത സംവിധാനത്തിനകത്ത് ഒരു സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുമ്പോ ആ പരിമിതികൾക്കകത്ത് നിന്നേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് EMS നടത്തിയ പ്രസ്താവനയിൽ ഒരു കാര്യം വ്യക്തമാക്കി. ഈ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സമുദായം കെട്ടിപ്പിടിക്കാനുള്ള പരിപാടിയായിരിക്കില്ല. ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനയ്ക്കകത്ത് നിന്ന് കോൺഗ്രസ് നടപ്പിലാക്കേണ്ടതും എന്നാൽ അവർ നടപ്പിലാക്കാൻ തയ്യാറാകാത്തതുമായ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ആദ്യത്തെ പ്രസംഗത്തിലൂടെ EMS പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ രൂപീകരിക്കുമ്പോ ആ സർക്കാർ സംസ്ഥാനത്തിനകത്താകുമ്പോ കമ്മ്യൂണിസ്റ്റ് സമുദായം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമുദായം അതോടുകൂടി രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുമെന്ന തെറ്റായ കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യക്കകത്ത് മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളെ പോലെ ഏറ്റവും തീവ്രമായ വലതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുകയുള്ളതല്ല. ആ ചട്ടക്കൂടിനകത്ത് നിന്ന് മനുഷ്യന് എന്തെല്ലാം ആശ്വാസം നൽകാൻ കഴിയും ആ ശ്രമമാണ് അന്ന് നടത്തിയത്. ഇവിടെ ജാതി ജന്മി നാടുവാഴിത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ 10 സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചുവെങ്കിൽ 1957 ഏപ്രിൽ 5 കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും പുതിയ അനുഭവം പ്രദാനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് എടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് കുടിയിറക്ക ഒഴിവാക്കുന്ന അവസാനിപ്പിക്കുന്ന ഓർഡിനൻസിന് അംഗീകാരം നൽകലാണ്. അത് ചട്ടക്കൂടിനകത്ത് നിന്നാണ്. പക്ഷെ രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ പ്രയോഗം കൂടിയായിരുന്നു. 57-59 ചുരുങ്ങിയ കാല ഗവൺമെന്റ് ഭരിക്കാൻ കിട്ടി. എത്രയോ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. പിന്നെ ആ പ്രവർത്തനം 67-69 ചുരുങ്ങിയ കാലം ഇങ്ങോട്ട് പോകുമ്പോ പിന്നെ ഇടതുപക്ഷ മുന്നണി എന്ന നിലയിൽ പിന്നെ വരുന്നത് 80-82. CPI ഇടയ്ക്ക് ഭരണത്തിലുണ്ടായിരുന്നെങ്കിലും ഇടതുപക്ഷ മുന്നണി എന്ന നിലയിൽ 80-82. നേരത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ളൊരു പരാതി, ഇവർക്ക് ഭരിക്കാൻ അറിയില്ല, കിട്ടിക്കഴിഞ്ഞ പെട്ടെന്ന് അങ്ങ് സംഗതി പോകും. പിന്നെ അങ്ങോട്ട് ഭരണം കാലാവധി പൂർത്തീകരിക്കാറായത് 87-91. അപ്പോഴാണ് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താം എന്ന ധാരണയിൽ രാജ്യം. അപ്പൊ എല്ലാവരും ഉറപ്പിച്ചു ഇത് ക്ലിയറായി, ഇവർക്ക് കാലാവധി പൂർത്തീകരിക്കാൻ കഴിയില്ല. പിന്നെ കാലാവധി പൂർത്തീകരിക്കും 96-2001. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിൽ ആദ്യമായി കാലാവധി പൂർത്തീകരിക്കുമ്പോൾ 96-2001. ആ 2001 തെരഞ്ഞെടുപ്പിൽ എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും ഒന്നിച്ചു നിന്നു. 41 സീറ്റേ കിട്ടിയുള്ളൂ LDF-ന് അന്ന്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലേക്ക് വന്നു. അന്ന് ഒരു തുടർച്ച ഉണ്ടാകാതിരിക്കണം എന്ന വല്ലാത്ത വികാരത്തോടുകൂടി വലതുപക്ഷ ശക്തികൾ ഏകോപനം. ഭരണ നിർവഹണ സംവിധാനത്തിനും അവസാന ഘട്ടമാകുമ്പോൾ പരമാവധി കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, ജനങ്ങളിൽ അസംതൃപ്തി സൃഷ്ടിക്കാൻ ശ്രമം, മാധ്യമങ്ങളെല്ലാം ഒന്നിച്ച് അതിന്റെ എല്ലാം തുടർച്ചയിൽ 2001 ഏറ്റവും ചുരുങ്ങിയ സീറ്റാണ് കിട്ടിയത്.
എന്നാൽ 2060 വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് പോകും. 2011 തെരഞ്ഞെടുപ്പിൽ ഒരു തുടർച്ചയുടെ വക്കത്തെത്തിയ സാഹചര്യം ജയത്തോടടുത്ത പരാജയം. ചെറിയ സീറ്റ്, ചെറിയ വോട്ട്, അല്ലെങ്കിൽ ഒരു തുടർച്ച അന്ന് സാധ്യമാകുമായിരുന്നു. 2011 കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF-ന്റെ ഗവൺമെന്റ് ചരിത്രത്തിലെ ഏറ്റവും ചുരുങ്ങിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ നിന്ന ഗവൺമെന്റാണ്. 3 സീറ്റിന്റെ വ്യത്യാസം. അവിടെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. 2001 60കൾക്ക് മുകളിൽ UDF-ന് കോൺഗ്രസിന് സീറ്റുള്ളപ്പോ 17, 18 മറ്റ് സീറ്റായിരുന്നു ലീഗിനുണ്ടായിരുന്നു. പിന്നീട് 2011 ശേഷമുള്ള കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ലീഗും തമ്മിൽ അന്തരം കുറഞ്ഞു. ഇപ്പോ 15-21, കഴിഞ്ഞ തവണ 18-22. 2016 സുനിലൊക്കെ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് 22ഉം മുസ്ലിം ലീഗിന് 18ആണ്. 4 സീറ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. 42 സീറ്റിന്റെ വ്യത്യാസം 2 പാർട്ടികളും തമ്മിൽ ഉണ്ടായിരുന്നു 2001. ഇപ്പോ 6 സീറ്റിന്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ 2021. 2021 ആയപ്പോ കേരളം ചരിത്രം സൃഷ്ടിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർച്ചയുണ്ടായി. നേരത്തെ ഇവര് കാലാവധി പൂർത്തീകരിക്കാൻ പറ്റാത്തവരാണ് എന്ന് അധിക്ഷേപിച്ചിരുന്ന ആളുകൾക്ക് പിന്നെ തുറക്കണ്ട് ഇവർ തുടർന്നങ്ങ് ഭരിച്ചുകൊണ്ടിരുന്നാൽ വലിയ കുഴപ്പമാവോ, ഇവരുടെ ഒരു വിപ്ലവ മൂല്യങ്ങൾ കുറയോ എന്ന് ഉത്കണ്ഠയായി. ഇപ്പൊ ഉത്കണ്ഠക്കാർക്ക് ബംഗാളിൽ BJP വരണമെന്നാണ്, മമത മാറിയിട്ട്. തമിഴ്നാട്ടിൽ DMK സ്റ്റാലിൻ മാറിയിട്ട് വേറെ ആര് വരണമെന്നാണ്? ധൃതരാഷ്ട്ര അലിംഗനങ്ങളാണ്, കെട്ടിപ്പിടിച്ചിട്ട് എന്താണെന്നറിയാലോ. കേരളത്തിന്റെ 10 വർഷം കേരളീയ ചരിത്രത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എല്ലാം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിസ്തീരിച്ച് ഞാൻ വീണ്ടും ഇവിടെ അത് വിസ്തീരിക്കുന്നില്ല. ചുമണ്ട് കേരളത്തിൽ 57 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചൊരു വികസന മാതൃകയുണ്ട്. ആ വികസന മാതൃകയാണ് ലോകമാകെ അംഗീകരിച്ച കേരള വികസന മാതൃക. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മികവ്, ക്ഷേമപ്ര മേഖലയ്ക്കകത്തുള്ള മുന്നേറ്റം, മനുഷ്യന് ഭൂമിയിൽ ഉടമസ്ഥത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലോകത്തിന് മുൻപിൽ കേരളം ഒരു പുതിയ മാതൃക സംഭാവന ചെയ്തു. എന്നാൽ ആ മാതൃകയ്ക്ക് ചില ദൗർബല്യങ്ങളുണ്ടായിരുന്നു. ആ ദൗർബല്യം പശ്ചാത്തല സൗകര്യ മേഖലയിലെ മുരടിപ്പും ഉൽപാദന മേഖലയിലെ പിന്നോട്ടടിയുമായിരുന്നു. കേരള മാതൃകയുടെ നേട്ടങ്ങളെ പ്രകീർത്തിക്കുമ്പോൾ തന്നെ കേരള വികസന മാതൃകയുടെ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ നേട്ടങ്ങൾ നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം വരുമെന്ന മുന്നറിയിപ്പ് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന വിദഗ്ധന്മാർ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചു. എന്ന് മാത്രമല്ല, കേരള വികസന മാതൃക രൂപപ്പെടുത്തുന്ന 2ാം തലമുറ പ്രശ്നങ്ങൾ വരുന്നു. നേരത്തെ വിദ്യാഭ്യാസം വ്യാപനമായിരുന്നുവെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയരണം. സാക്ഷരതയും അതിന്റെ തുടർച്ചയിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയുമായിരുന്നുവെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം വർദ്ധിക്കുന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയരണം, ഉന്നത വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടണം. അത് കേരള വികസന മാതൃകയുടെ 2ാം തലമുറ പ്രശ്നങ്ങളായിരുന്നു. ആരോഗ്യ മേഖലയിൽ മികവ്. കേരളത്തിൽ ജനിച്ചാൽ ഒരു 8 വർഷം മനുഷ്യർക്ക് കൂടുതൽ ജീവിക്കാൻ കഴിയും. ജനിക്കാൻ ഇന്ന സ്ഥലത്ത് വേണം തെരഞ്ഞെടുക്കാൻ പറ്റില്ല. യാദൃശ്ചികമായിട്ടാണ് എവിടെയും മനുഷ്യൻ ജനിക്കുന്നത്. മറ്റപ്പോ UP-യിൽ, ബീഹാറിൽ അല്ലെങ്കിൽ കർണാടകയിലൊക്കെ ജനിക്കുന്നതിന് പകരം കേരളത്തിലാണ് ജനിച്ച് ജീവിക്കുന്നതെങ്കിൽ ഒരു 7-8 വർഷം കൂടുതൽ ആയുസ്സുണ്ടാവും. ആയുർദൈർഘ്യം വരും. കേരള മാതൃകയുടെ അടുത്ത പ്രശ്നങ്ങൾ പ്രായമായവരുടെ പ്രശ്നം, ജെറിയാട്രിക്സ്. മറ്റാശുപത്രികളിലൊന്നും ഇന്ത്യ കേരളത്തിന് പുറത്ത് ആവശ്യമില്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ രോഗപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട പുതിയ ഉത്തരവാദിത്വം കേരളത്തിൽ വരികയാണ്. ജീവിത രീതി വരുന്ന ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നു. 2ാം തലമുറ പ്രശ്നങ്ങൾ കേരള വികസന മാതൃകയുടെ നേരിടാൻ ആവശ്യമായ പദ്ധതികൾ അനിവാര്യം. നേരത്തെ പറഞ്ഞ ദൗർബല്യം, പശ്ചാത്തല സൗകര്യ മേഖലയിൽ വികസനം, കാർഷിക വ്യവസായ മേഖലയിൽ ഉൽപാദനത്തിന്റെ വളർച്ച, കൂടുതൽ തൊഴിലവസരങ്ങൾ,
ഇത് അനിവാര്യമായി പരിഹരിക്കേണ്ട കേരള വികസന മാതൃകയുടെ ദൗർബല്യം. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കേരള വികസന മാതൃകയുടെ നേട്ടങ്ങൾ ശക്തിപ്പെടുത്തി ആ വികസന മാതൃകയുടെ രണ്ടാം വള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും ഇപ്പോഴത്തെ ദൗർബല്യങ്ങൾ പരിഹരിക്കാനുമുള്ള സമഗ്രമായ പദ്ധതിയുടെ പ്രയോഗമായിരുന്നു. എല്ലാ മേഖലയിലും ആ പ്രയോഗമാണ് നടത്തിയത്. ഇപ്പൊ ചെല്ലു പറയണ്ടല്ലോ പവർ കട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? രാത്രി കറണ്ട് പോകണ്ടല്ലോ. പ്രളയം വന്നപ്പോ എന്തൊക്കെ സംഭവിച്ചു? പ്രളയം വെള്ളം കൂടി വരുന്ന പോലെ പെട്ടെന്ന് ചൂട് കൂടുന്നു. ഇപ്പൊ തന്നെ ആളുകൾ ഇരുന്നിട്ട് ഇപ്പൊ പ്രകടനം നിങ്ങൾ നടന്നു വന്നപ്പോ, കഴിഞ്ഞവണ നടന്നു വന്ന പോലെ ഇത്തവണ നടന്നു വന്നപ്പോ ഇവിടെ എത്തിയപ്പോഴേക്കും ശക്തം വസ്ത്രങ്ങൾ കൊട്ടി പിടിച്ചിട്ടുണ്ടോ? അത്രയും ചൂട് ഉണ്ടായില്ലേ? ഇവിടെ ഒരു 38 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രിയുടെ പ്രതീതിയാണ്. ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അത്രയും പ്രതീതി ഉണ്ടാവും. നമ്മൾ കരുതും ഞങ്ങള് ഈ കമ്മ്യൂണിസ്റ്റുകാര് നമ്മളിങ്ങനെ അമേരിക്ക സാമ്രാജ്യത്വം എന്ന ആഗോളവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇവർ ഈ മനുഷ്യന് മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രസംഗം. ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം. ഒഞ്ചിയാത്ത കാര്യം ഇതൊക്കെ പറഞ്ഞില്ലല്ലോ എന്ന് പ്രസംഗം കേൾക്കുമ്പോൾ ആലോചിക്കും. പ്രസംഗം തുടങ്ങുമ്പോൾ അമേരിക്ക പിടിച്ചിട്ടുണ്ട് സഖാവ്, ഇനി കറങ്ങി തിരിഞ്ഞ് എപ്പോഴാണ് റഷ്യ ചുറ്റി ഇങ്ങോട്ട് വന്ന് കൊറിയയിലൊന്ന് കയറി ചൈന വഴി സഞ്ചരിച്ച് വിയറ്റ്നാമിലൂടെ കയറി ഡൽഹിയിലൊന്ന് വന്നിറങ്ങുമ്പോഴേക്കും ചായ കുടിച്ചിട്ട് വരാം. ചായ ഒരു പൊറോട്ട ഇറച്ചി കഴിക്കുമ്പോഴേക്കായിരിക്കും കേരളത്തിലേക്ക് എത്താം. പിന്നെയും കഴിയണം ഒഞ്ചിയത്തിലെത്താൻ. ഇപ്പൊ അമേരിക്കൻ സാമ്രാജ്യത്തെ അടുക്കളയിലേക്ക് വന്നില്ലേ? ഹോട്ടലിൽ വല്ല ചായ ഉണ്ടോ? ഹോട്ടലിൽ എറണാകുളത്ത് മിക്കവാറും ഹോട്ടലിൽ ചായ ഇല്ല. കാരണം ചായ ചൂടാക്കി അടിച്ചെടുക്കാന്ന് ഗ്യാസ് കത്തിക്കണ്ടേ, വിറക് കത്തിക്കാന്ന സെല്ലല്ല അവിടെ ഉള്ളത്. ഇപ്പോ KCB പറഞ്ഞില്ലേ 12 ലക്ഷം ഇതുവരെയുള്ള ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായുള്ളൂ. ഈ 3-4 മാസം കൊണ്ട് അടുത്ത 12 ലക്ഷം ആളുകൾ വാങ്ങിച്ചു. ആലോചിച്ച് നോക്കി. അമേരിക്ക ട്രംപ് ഇയാള് രാവിലെ ഉറക്കത്തിൽ എനിക്കരുത് എന്നാണ് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു താരീഫ്, ഉച്ചയ്ക്ക് വേറെ, വൈകുന്നേരം താരീഫ് വേറെ. ഉറക്കത്തിൽ നിന്ന് എങ്ങനെ എഡിറ്റ് കഴിഞ്ഞാൽ അപ്പൊ ഒരു താരീഫ് പുതിയത് പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്നിപ്പോ ഞാൻ വരുമ്പോ നോക്കിയപ്പോ പാസ്പോർട്ടിൽ ട്രംപിന്റെ പടം അടിക്കാൻ പോവാണ് അമേരിക്കയിൽ. മറ്റേ പുള്ളി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്. ഇനിയിപ്പോ അത് പാസ്പോർട്ടിൽ ഇവിടെയും വരെ എനിക്ക് എന്തായാലും കറണ്ട് എങ്ങനെ പോകുന്നു? നേരെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് പോയി. ഇൻഡക്ഷൻ കുക്കർ പോകുമ്പോ നേരെ അത്രയും കറണ്ട് ഉപയോഗിച്ചു. നമ്മുടെ പ്ലാനിങ് തെറ്റി. എന്നിട്ടും നമ്മൾ മാനേജ് ചെയ്തു. ഈ ഘട്ടത്തിൽ മാനേജ് ചെയ്തു. ഇനി ചൂട് കൂടി വന്നാലോ? പണ്ട് AC ആഡംബരമായിരുന്നു. AC ഉണ്ട് ഒരു ആഡംബരം. ഇപ്പൊ AC ഇല്ലാത്ത വീടുണ്ടോ? ഒരു AC അല്ല, എല്ലാ മുറിയിലും AC ആയി തുടങ്ങിയില്ലേ? ഇപ്പോഴത്തെ ആവശ്യം എന്താ? AC ഉള്ള വീട് ആണെന്നുകൊണ്ട് ക്ഷേമ പെൻഷൻ പെട്ടാൻ പാടില്ല. AC ഇല്ലാണ്ട് ഇപ്പൊ എങ്ങനെ കുറഞ്ഞു? നിങ്ങൾ ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ മോൻ വന്നപ്പോ ഒരു AC വെച്ച് തന്നതാണ്. ഇപ്പൊ കിടന്നുറങ്ങുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ക്ഷേമ പെൻഷൻ നിങ്ങൾ കളഞ്ഞാൽ എന്ത് ചെയ്യും? പുതിയ ആവശ്യം പറഞ്ഞില്ലേ? കാരണം ആവശ്യമായി മാറി. നേരത്തെ ആഡംബരമായിരുന്നു, ഇപ്പൊ ആവശ്യമായി ഈ ചൂടത്ത്. അവിടുത്തെ പ്രശ്നം നമ്മുടെ അടുക്കളയിലേക്ക് എത്തി. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തി. ഇനിയിപ്പോ നോക്കിക്കോളൂ, ഏറ്റവും സുരക്ഷിതമായ ലോകത്തെ ഇടങ്ങളിൽ ഒന്ന് എന്ന രൂപത്തിലാണ് മിഡിൽ ഈസ്റ്റ്, പ്രത്യേകിച്ച് ദുബായ്, അബുദാബി. എന്ത് വളർച്ചയെ ചുരുങ്ങിയ കാലം. എണ്ണ കൊണ്ട് മാത്രമല്ലല്ലോ, എണ്ണ ഒരു പ്രധാന ഘടകമായിരുന്നു ആദ്യഘട്ടത്തിൽ. ഇപ്പൊ നോക്കുമ്പോ ബിസിനസ്സുകൾ, വലിയ സ്ഥാപനങ്ങൾ, GCCകൾ, IT കമ്പനികൾ എല്ലാം ദുബായിലേക്കാണ്. ഏത് വിദേശ, അമേരിക്കയാകാം, യൂറോപ്പാകാം, കമ്പനികൾക്കെല്ലാം ദുബായിൽ, അബുദാബിയിലൊക്കെ ഓഫീസുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാം. ഇപ്പൊ ദുബായ് അനിശ്ചിതത്വത്തിലേക്ക് എത്തി. പലരും തിരിച്ചു വരാൻ തുടങ്ങി. നേരത്തെ തന്നെ തിരിച്ചു വരവിന് ചില പ്രകടനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വരുന്ന പുതിയ അനിശ്ചിതത്വം ആളുകളുടെ തിരിച്ചുവരവ് ശക്തിപ്പെടുത്താൻ ഇടയാക്കുമായിരിക്കും. ഇടയാകരുത് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ ഭൗമ രാഷ്ട്രീയത്തിൽ അനിശ്ചിതത്വം എങ്ങോട്ട് വേണമെങ്കിലും എത്തിക്കാം. കേരളം പോലെ സംസ്ഥാനത്തിന് അത് താങ്ങാൻ കഴിയുമോ? പുതിയ പ്രശ്നങ്ങൾ വരും. അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെയല്ല, ലോകത്തിലെ തന്നെ വിപുലമായ ജനാധിപത്യത്തിന്റെ സംവിധാനമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന ലോക കേരള സഭ. ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു, അതിന്റെ മറുപടികൾ ആവിഷ്കരിക്കുന്നു. ഈ പദ്ധതികളെല്ലാം ഈ 10 വർഷം കേരളത്തെ നന്നായി മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ നമുക്ക് വലിയ സീറ്റൊന്നും പ്രവചിക്കാത്ത ഒരു എക്സിറ്റ് പോളിന്റെ നിഗമനങ്ങൾ നോക്കിയുണ്ടായി.
അപ്പൊ അവര് പറയണു ഒന്നും എതിരില്ല, എന്നാൽ ഒരു മാറ്റം ആയിക്കോട്ടെ. ഇങ്ങനെ കരുതുന്നു. എന്തെങ്കിലും എന്നെ ഒരു ഹൈദരാബാദിൽ നിന്ന് ടീം ഇന്റർവ്യൂ ചെയ്യാൻ പോകും, അവിടുത്തെ പ്രധാന ചാനലുകാരാണ്. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ചെല്ല ഇങ്ങനെ രണ്ട് പൊതുവെ പോയിട്ട് അപ്പൊ ഒരു ചിലര് മാറ്റം വേണമെന്ന് ചിലർ പറഞ്ഞു. ചോദിക്കുമ്പോ എന്തുകൊണ്ട് വൈ? അപ്പൊ അതൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാ ആയിക്കോട്ടെ. പഴയകാലത്തിന്റെ ഓർമ്മകൾ ഉള്ള ജനങ്ങളാണ് കേരളത്തിൽ നല്ലൊരു പങ്കും എന്നതുകൊണ്ട് തന്നെ ശരിയായ രൂപത്തിൽ വിധിയെഴുത്തുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് 10 വർഷത്തിന്റെ ഭരണത്തിന് ശേഷവും ഈ എക്സിറ്റ് പോൾ നോക്കിയാൽ പോലൊരു ഭരണവിരുദ്ധ വികാരമെന്നത് പ്രതിഫലിപ്പിക്കാത്ത രൂപത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ ഈ 2 ഗവൺമെന്റുകൾക്കും കഴിഞ്ഞില്ലേ? എല്ലാ മേഖലയിലും. ഞങ്ങളൊക്കെ വ്യവസായത്തിന് ചുമതലെടുക്കുമ്പോ 22 സ്ഥാനമായിരുന്നു. ശരിക്കും കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതനുസരിച്ച് 10-നുള്ളിൽ വരേണ്ടതായിരുന്നു. പക്ഷെ 22 കിടന്നു. കാരണം എന്ന് വെച്ചാൽ മാർക്ക് ഇടുന്നത് സംരംഭകരാണ്. സംരംഭകരെ വിളിച്ചു നോക്കി എങ്ങനെയുണ്ട്, ഇവിടെ മോശമാണ്, അപ്പൊ പോയി. പരിഷ്കാരം വെച്ച് നമുക്ക് 10ാം റാങ്ക് കിട്ടുന്നതായിരുന്നു. മാർക്ക് ഇടുന്നത് സംരംഭകരാണ്. അങ്ങനെ 28 കിട്ടുന്നത്. നമ്മൾ സംരംഭകരുടെ അടുത്ത് പോയി, അവർ പറയുന്ന കേട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി, മാറ്റം വന്നു. ഇപ്പൊ നമ്മൾ മുമ്പിലേക്ക് എത്തി. എല്ലാ മേഖലയിലും വന്ന മാറ്റങ്ങൾ. ഇത് തുടരണോ? നമ്മൾ കേരളത്തിന്റെ നവകേരളത്തിന്റെ യാത്രയിൽ ഒരു 4ാമത്തെ ഗിയറിൽ കിടക്കാണ് വണ്ടി. കഴിഞ്ഞ ഈ സുല്ലക്കുള്ള ഗവൺമെന്റ് മാറിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ പുതുതായി ചുമതലെടുക്കുമ്പോ ഇതിന്റെ ഡീസൽ നോക്കണ്ട, ടയർ നോക്കണ്ട, നേരത്തെ ആള് വല്ല സ്പെയർ പാർട്സ് ഊരിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്ന് നോക്കണ്ട, നേരെ വണ്ടി ഓടിച്ചാൽ മതിയായിരുന്നു. ഇവരുടെ ഞങ്ങൾ എടുത്തിട്ട് പണ്ടത്തെ സ്ഥിതി അങ്ങനെയായിരുന്നില്ല. ഇനി റിവേഴ്സിലേക്ക് പോകണോ, പാർട്സ് ഊരിക്കൊണ്ടുപോയാലും കുഴപ്പമില്ല എന്നാണോ ജനങ്ങൾ ചിന്തിക്കുന്നത്? അതോ നല്ല രീതിയിൽ കേരളം വീണ്ടും പോകട്ടെ എന്നാണോ ചിന്തിച്ചിട്ടുള്ളത് എന്ന് ശരിയായ പോലെ നമുക്ക് 4ാം തീയതി അറിയാം. അത് കേരളത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും അനുയോജ്യമായിട്ട് വിധിയെടുത്ത് തന്നെയായിരിക്കും കേരളം നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നത്. ആ വിധിയെടുത്തിന് കാത്തു നിൽക്കാം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങളൊന്നും മനസ്സിനകത്ത്, ചിന്തയുടെ അകത്ത്, പരിപാടിക്കകത്ത് ഇല്ലാതിരുന്നൊരു കാലത്താണ് ഒന്തിയത്തെ സഖാക്കൾ രക്തസാക്ഷിത്വം ധരിച്ചത് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ രക്തസാക്ഷിത്വത്തിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ പുതിയ കാലത്തിനനുസൃതമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇനിയുള്ള കാലവും വിവിധ രൂപങ്ങളിലുള്ള പോരാട്ടങ്ങൾ പാർലമെന്റേതര പ്രവർത്തനങ്ങളുടെ ശരിയായ രൂപത്തിലുള്ള പ്രയോഗത്തിലൂടെ കൊണ്ടുപോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയും എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.